രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സിനിമാ താരങ്ങളും അണിനിരന്ന ചടങ്ങിൽ 1300-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച് സി.പി. മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചേറ്റുവ മുതൽ അഴീക്കോട് വരെയുള്ള സ്കൂളുകളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് സി.പി. ട്രസ്റ്റ് ആദരമൊരുക്കിയത്. മതിലകം പുന്നക്ക ബസാർ റാക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് നക്ഷത്രത്തിളക്കം എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർ ചേർന്ന് നക്ഷത്രത്തിളക്കം ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് തുടർച്ചയായി കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മക്കളെ ആരാക്കും എന്ന ചോദ്യമാണ്. രക്ഷകർത്താക്കളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾ അധികവും അവരുടെ മോതിരവിരലിൽ പിടിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മക്കളെ ആരാക്കും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിരന്തരമായി ചോദ്യം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ ഒരു മറുപടിയെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാകൂ. അത് മക്കളെ കച്ചവടക്കാരാക്കുമെന്നോ, ഡോക്ടറോ എഞ്ചിനീയറോ അഭിഭാഷകനോ ശാസ്ത്രജ്ഞനോ പ്രൊഫസറോ പോലീസോ ജഡ്ജിയോ ഒന്നുമാക്കണം എന്നായിരിക്കരുത്. മക്കളെ ആരാക്കണമെന്ന ചോദ്യത്തിന് ആധുനിക കാലത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നമുക്ക് പറയേണ്ട മറുപടി ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നാണ് എന്ന് തന്നെയായിരിക്കണം നമ്മുടെ മറുപടി. ജനപ്രതിനിധികളും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുണ്ട്. അവരെ നിങ്ങൾ താരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളും താരങ്ങളാണ്. നക്ഷത്ര തിളക്കം എന്നാണ് ഈ പരിപാടിയുടെ പേര്. നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെ പോലെ ഞങ്ങളുടെ ഇഷ്ടതാരങ്ങളായി നിങ്ങളും ഈ വേദിയിൽ നന്നായി പഠിച്ച് നല്ല മിടുമിടുക്കികളായി നല്ല മിടുമിടുക്കന്മാരായി മാറി ഈ നാടിൻ്റെ അഭിമാനമായി നിങ്ങളെല്ലാം മാറട്ടെ. സി.പി. മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി.പി. സാലിഹ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, മനോജ് കെ ജയൻ, കാവ്യ മാധവൻ, രമേശ് പിഷാരടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടിക്കാലത്തെ സ്കൂൾ അനുഭവങ്ങൾ താരങ്ങൾ പങ്കുവച്ചു. ഇനിയും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പുതിയ കാലത്ത് മോശ സ്വാധീനങ്ങൾ ഒരുപാട് വളർന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ടു പോകാതെ നമ്മൾ അവരോടൊപ്പം അവരുടെ ഏറ്റവും അടുത്ത ആളായി മാറണം. ശരിക്കും പറഞ്ഞാൽ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ A നിലവറ B നിലവറ എന്ന് വേണേൽ പറയേണ്ടി വരും. ഇത് A നിലവറ, B നിലവറയിൽ ഇനി അങ്ങിരിക്കുകയാണ് ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ. ഭാവിയിലേക്കുള്ള വഴിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായി മാറട്ടെ. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ബെന്നി ബെഹനാൻ MP, രാജ്യസഭാ അംഗം ജെബി മേത്തർ, NA അക്ബർ MLA, ഗൾഫാർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, ഒബറോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ്, അജ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 5000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ പ്രശസ്ത സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേരെ ചടങ്ങിൽ ആദരിച്ചു.